തേവലക്കര മൊട്ടയ്ക്കൽ ഗവൺമെന്റ് എൽ.പി. സ്കൂളിൽ പുതിയ കെട്ടിടത്തിന് ശിലയിട്ടു. ഡോക്ടർ സുജിത് വിജയൻപിള്ള എം.എൽ.എ ശിലാസ്ഥാപനം നിർവഹിച്ചു. സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച 1 കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. തേവലക്കര മൊട്ടയ്ക്കൽ ഗവൺമെന്റ് എൽ.പി. സ്കൂളിലാണ് പുതിയ കെട്ടിടത്തിന് ശിലയിട്ടത്. ബജറ്റിൽ അനുവദിച്ച 1 കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ഡോക്ടർ സുജിത് വിജയൻപിള്ള എം.എൽ.എ ശിലാസ്ഥാപനം നിർവഹിച്ചു. നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി. പിന്നീട് മൊട്ടയ്ക്കിനും 1 കോടി SMVLP സ്കൂളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അന്തിമഘട്ടത്തിലേക്കാണ്. വാർപ്പെല്ലാം കഴിഞ്ഞു. പുതിയ കെട്ടിടത്തിലേക്ക് മാറാൻ 1-2 മാസങ്ങളുമായി. പുതിയ അധ്യയന വർഷം വരുമ്പോഴേക്കും അവിടെ പുതിയ കെട്ടിടം വരും. അവിടെ ഈ പറഞ്ഞ കണക്ക് നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഒരു സ്കൂൾ, 180 വർഷത്തെ പഴക്കമുള്ള സ്കൂളായിരുന്നു. കെട്ടിടത്തിന്റെ അഭാവമുണ്ടായിരുന്നു. അപ്പോൾ പുതിയ സംവിധാനം അവിടെ വരികയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മീനടവ് വഴിയില്ലാത്ത നമ്മുടെ തോട്ടുമുക്കിലുള്ള അരിക്കൽ സ്കൂൾ. സ്കൂൾ കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് ഒരു കെട്ടിടം നിർമ്മാണ പ്രവർത്തനം നടത്തിയിരുന്നു. അത് കൂടാതെ പുതിയൊരു കെട്ടിടം നിർമ്മിക്കുവാൻ വേണ്ടിയിട്ട് പ്രപ്പോസൽ പോയപ്പോൾ കോൺട്രാക്ടർമാരടക്കം എഞ്ചിനീയർ അടക്കം എന്ന് കണ്ടപ്പോൾ അവിടെ മെറ്റീരിയൽ അങ്ങോട്ട് എത്തിക്കുവാനുള്ള സ്ഥലമില്ല. ഇതേപോലൊരു വഴിയാണ് സ്കൂളിലേക്ക് പോയത്. മെറ്റീരിയൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ സ്ഥലമില്ല. പിന്നെ കുട്ടികളുടെ എണ്ണവും വളരെ കുറവാണ്. കുട്ടികളുടെ എണ്ണം കൂടുതൽ മണിക്ക് നമുക്ക് പുതിയ കെട്ടിടം കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് നിർമ്മിച്ചു നൽകിയിരുന്നു. തേവലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിലസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബുഷറ, ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പാലക്കൽ ഗോപൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ശൈലേഷ്, SMC ചെയർപേഴ്സൺ സിബി ബോളസ്, പ്രഥമാധ്യാപിക ശ്രീലത, മുൻ HM ശോഭനകുമാരി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.